Welcome all, this is Reshma from Department of Computer Application, Don Bosco College, Kottayam. In the last session, we had discussed about Leibniz theorem. In the Leibniz theorem, it is the rule that is used to find the nth derivative of the product of two functions. Two functions product in the nth derivative calculate cheyanulla formula aayirunnu the Leibniz theorem ennu parayunnathu. And today we are trying to discuss about two important problems which are the university questions of the previous years related to or from the section Leibniz theorem. നമ്മുടെ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റും അതുകൊണ്ടൊക്കെ തന്നെ അതിന്റെ മീനിങ്ങുമാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. If y is equal to a into cos of log x plus b into sin of log x, prove that x square yn plus 2 plus 2n plus 1 x into yn plus 1 plus n square plus 1 into yn is equal to 0. എന്താ പറഞ്ഞിട്ടുള്ളത്? y എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷനെ സംബന്ധിച്ച് ഈ ഫംഗ്ഷനകത്ത് എന്ത് അപ്ലൈ ചെയ്യുമ്പോൾ ലെബനിസ് തിയറം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പ്രൂവ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈ ക്വസ്റ്റ്യൻ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, 2018 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെബനിസ് തിയറം. രണ്ട് പാർട്ടായിട്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് പാർട്ട് ഈസ് സ്റ്റേറ്റ് ലെബനിസ് തിയറം ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഈസ് ബൈ യൂസിങ് ദിസ് വി ഹാവ് ടു പ്രൂവ് x square yn plus 2 plus 2n plus 1 x into yn plus 1 plus n square plus 1 into yn is equal to 0. ആ സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് അത് നമുക്ക് y എന്ന് എടുത്തെഴുതാം. കൺസിഡർ y is equal to a into cos of log x plus b into sin of log x അല്ലേ? നമുക്ക് അവിടെ വേണ്ട പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? yn plus 2 ടേം ഒക്കെ വന്നിട്ടുണ്ടല്ലേ, പ്രൂവ് ചെയ്യാം. ദെർഫോർ yn plus 2 എന്ന് പറഞ്ഞാൽ y2നെ n ടൈംസ് ഡിഫറൻഷിയേറ്റ് നമുക്ക് എന്ത് കിട്ടുന്നത്? yn plus 2 കിട്ടുന്നത് അല്ലേ? അപ്പോൾ y2 again differentiating n times we get yn plus 2. സോ നമുക്ക് ആദ്യം എന്ത് വേണം? y2 വേണം അല്ലേ? ആ y2നെ എന്ത് ഡെറിവേറ്റീവ് ആണ്? എന്ത്? yn plus 2. സിമിലർലി yn plus 1 മീൻസ് y1ൻ്റെ എന്ത് ഡെറിവേറ്റീവ്? അപ്പം നമുക്ക് എന്തും വേണം? y1ഉം വേണം ആൻഡ് ഓൾസോ yn. അപ്പം ആദ്യം നമുക്ക് y നമ്മളുടെ കയ്യിലുണ്ട്, y1 വേണം, y2 വേണം. ഇത് ഇത്രയും നമുക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് ഫർദർ ആയിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് വി ക്യാൻ കാൽക്കുലേറ്റ് y1 എന്ന് കാൽക്കുലേറ്റ് നമുക്ക് എന്ത് കിട്ടും? y നമുക്ക് തന്നിട്ടുണ്ട്. ദെർഫോർ y1 is equal to തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആ ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് a into a is a constant. cos of log x ന്റെ ഡെറിവേറ്റീവ് ഇറ്റ് ഈസ് മൈനസ് sin log x into ഒരു ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണ്. ദെർഫോർ log x ന്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് അഗെയിൻ b into b is a constant. അഗെയിൻ sin ന്റെ ഡെറിവേറ്റീവ് cos log x into log x ന്റെ ഡെറിവേറ്റീവ് 1/x which is equal to minus a sin of log x plus b cos of log x by കോമൺ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? x എന്ന് പറയുന്ന ഡിനോമിനേറ്റർ എഴുതാം. അപ്പോൾ ഇവിടെ നിന്നും എനിക്ക് y1 ഇങ്ങനെ കിട്ടി അല്ലേ? ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ എക്സ് എന്ന് പറയുന്ന ഡിനോമിനേറ്ററിനെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെർഫോർ ജസ്റ്റ് നമ്മൾ നെക്സ്റ്റ് y2 കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? y2 കണ്ടുപിടിക്കേണ്ടി വരുമ്പോഴത്തേക്ക് ഇവിടെ കോഷ്യൻ റൂളൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ കോഷ്യൻ റൂളിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സിനെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെർഫോർ x into y1 is equal to minus a sin of log x plus b log x. ഇനി എന്ത് ചെയ്യുന്നു? y2 വേണം. ദെർഫോർ അഗെയിൻ ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ദെർഫോർ ഫസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് x into y1 ആണ്. രണ്ട് ഫംഗ്ഷനുകളുടെ പ്രോഡക്റ്റ് ആണ്. അവയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് യൂസ് ചെയ്യേണ്ടി വരും? പ്രോഡക്റ്റ് റൂൾ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ദെർഫോർ ഫസ്റ്റ് ഫംഗ്ഷൻ x into y1 ഡെറിവേറ്റീവ് ഇറ്റ് ഈസ് y2 plus second function y1 into x derivative it is 1. The derivative of x with respect to x is 1, which is equal to minus a sin derivative
cos of log x into log x in derivative 1 by x plus b into cos in derivative minus sin of log x into log x in derivative 1 by x, which is equal to minus a cos of log x minus b sin of log x by x എന്ന് കിട്ടും. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, എക്സിനെ എഗെയിൻ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. therefore ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓൾറെഡി എന്തായിരുന്നു, എക്സ് ഇൻറ്റു y2 പ്ലസ് y1 എന്നായിരുന്നു. അപ്പോൾ ഈ എക്സിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു y2 പ്ലസ് എക്സ് ഇൻറ്റു y1 ഈക്വൽ ടു മൈനസ് എ കോസ് ലോഗ് എക്സ്. രണ്ട് ടേമിനകത്ത് മൈനസ് ഉണ്ട്, മൈനസ് ഞാൻ കോമൺ എടുക്കുകയാണ്. മൈനസ് ഓഫ് എ കോസ് ഓഫ് ലോഗ് എക്സ് പ്ലസ് ബി സൈൻ ഓഫ് ലോഗ് എക്സ് അല്ലേ. അപ്പം ഇനി ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുമ്പോൾ മൈനസ് ഒഴിച്ചുള്ള ടേം, ദാറ്റ് ഈസ് എ കോസ് ഓഫ് ലോ എക്സ് പ്ലസ് ബി സൈൻ ഓഫ് ലോ എക്സ്. ഇറ്റ് ഈസ് ഗിവൺ ദ ക്വസ്റ്റ്യൻ ആസ് വൈ. എ കോസ് ലോഗ് എക്സ് പ്ലസ് ബി സൈൻ ലോ എക്സ്, അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, വൈ എന്ന് പറയുന്നത്. therefore അവിടെ എനിക്ക് എന്ത് എഴുതായിരിക്കും, എന്ത് കിട്ടുന്ന മൈനസ് വൈ. സോ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയായിട്ട് മാറി, എക്സ് സ്ക്വയർ y2 പ്ലസ് എക്സ് y1, ഈ മൈനസ് വൈ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൊണ്ടുവന്നാൽ പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 0 എന്നായിട്ട് മാറി. സോ എന്തായി, എനിക്ക് കിട്ടിയ വൈയിൽ നിന്നും ഞാൻ എന്താക്കി, എനിക്ക് വൈയുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ്സ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇപ്രകാരം സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഞാൻ എന്തുകൊണ്ടുവന്നു, ആ വൈ എന്ന് പറയുന്ന ഫംഗ്ഷനെ മാറ്റിക്കൊണ്ട് വന്നു. എന്തിനാണ് ഞാൻ മാറ്റിയെന്ന് വെച്ചാൽ, ഇപ്പോൾ നോക്കിയേ, എനിക്ക് പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, എനിക്ക് കിട്ടിയ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. എൻ്റെ പ്രത്യേകത എന്താ, ഇവിടെ രണ്ടിടത്തും ഫസ്റ്റ് ടേം എന്താണ്, എക്സ് സ്ക്വയർ. അടുത്തത് അവിടെ yn+2 ആയിരുന്നു, ഇവിടെ എന്തേ ഉള്ളൂ, y2 ഉള്ളൂ. അപ്പോൾ n ടൈംസ് ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം എന്നർത്ഥം അല്ലേ. പ്ലസ് അവിടെ ഒരു എക്സിൻ്റെ ടേം ഉണ്ട്, yn+1 ടേമിന് പകരം y1 ഇവിടെ ഉള്ളൂ. എഗെയിൻ y ഇസ് ഈക്വൽ ടു 0 എന്നാണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ കിട്ടിയ സ്റ്റേറ്റ്മെൻറ്റിനെ പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് വി ആർ ഡിഫറൻഷിയേറ്റിംഗ് ദ ഒബ്റ്റെയിൻഡ് സ്റ്റേറ്റ്മെൻറ്റ് n ടൈംസ്. y2നെ yn+2 ആക്കാൻ വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ദ y2 n ടൈംസ് അല്ലേ. n ടൈംസ് നമ്മൾ വീണ്ടും ഡിഫറൻഷിയേറ്റ് നമുക്ക് എന്ത് കിട്ടും, y2 എന്ന് പറയുന്ന yn+2 ആവും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഹോൾ സ്റ്റേറ്റ്മെൻറ്റിനെ എന്ത് ചെയ്യുന്നു, n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു ബൈ യൂസ് എന്ത്, ലെബനിസ് തിയറം ഉപയോഗിച്ച്. ഇവിടെ എന്താണ്, രണ്ട് ടേംസിൻ്റെ പ്രോഡക്റ്റുകളെ n ടൈംസ് ഡിഫറൻഷിയേറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ഇവിടെ എന്താണ്, എക്സ് സ്ക്വയർ ഒരു ടേമാണ്, y2 ഒരു ടേമാണ് അല്ലേ. അപ്പുറത്ത് എക്സ് ഒരു ടേമാണ്, y1 ഒരു ടേമാണ്. ഇവിടെ y മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത ടേം നമുക്ക് എന്തായാലും എടുക്കാം, 1 ആയിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ രണ്ട് ടേമുകളുടെ പ്രോഡക്റ്റ് ആയിട്ടാണ് അവിടെ കിടക്കുന്നത് അല്ലേ. അപ്പോൾ ആ പ്രോഡക്റ്റ് ആയിട്ടുള്ള ടേംസിൻ്റെ എന്ത് ഡെറിവേറ്റീവ് നമുക്ക് എന്ത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം, ലെബനിസ് തിയറം ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റിനെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് വി ആർ ഡിഫറൻഷിയേറ്റിംഗ് ദ ഒബ്റ്റെയിൻഡ് സ്റ്റേറ്റ്മെൻറ്റ് n ടൈംസ് കണ്ടിന്യൂസ്ലി. ആ കിട്ടിയ സ്റ്റേറ്റ്മെൻറ്റിനെ n പ്രാവശ്യം ഞാൻ എന്ത് ചെയ്യുന്നു, ഡെറിവേറ്റീവ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ y2 പ്ലസ് എക്സ് y1 പ്ലസ് വൈ. അങ്ങനെ എന്ത് ചെയ്യുന്നു, n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0, റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആയതുകൊണ്ട് ആണ് 0 എന്ന് തന്നെ എഴുതുന്നത്. ഈസ് ഈക്വൽ ടു 0. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ടേംസായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. therefore എക്സ് സ്ക്വയർ y2 ഡിഫറൻഷിയേറ്റിംഗ് n ടൈംസ് പ്ലസ് എക്സ് y1 ഇസ് ഡിഫറൻഷിയേറ്റിംഗ് n ടൈംസ് പ്ലസ് y ഇസ് ഡിഫറൻഷിയേറ്റിംഗ് n ടൈംസ് ഈക്വൽ ടു 0. ഇനി ഈ ടേമിനെ സംബന്ധിച്ച് ഇതെന്താണ്, എക്സ് സ്ക്വയറിനെ യു ആയിട്ടും y2നെ വി ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് u ഇൻറ്റു വി ഡിഫറൻഷിയേറ്റിംഗ് n ടൈംസ് ആണ്. അതെങ്ങനെ വരുന്നത്, ഫസ്റ്റ് ഫംഗ്ഷൻ്റെ nth ഡെറിവേറ്റീവ്
അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഞാൻ റീഅറേഞ്ച്. എനിക്കിവിടെ വേണ്ടത് എന്താണ്, yn+2 എന്നാണ് വേണ്ടത്. അല്ല, അപ്പം ഞാൻ ജസ്റ്റ് ആ ടേമിനെ തന്നെ ആദ്യം കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് കിട്ടിയ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. അതിലേക്ക് നമ്മൾ ആ പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കിട്ടിയ സ്റ്റേറ്റ്മെൻറ്റ് അതിലേക്ക് എത്തിക്കാനാണ് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും y2 ഇവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. അതിനെ n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി u എന്നുള്ളത് y2 ആക്കി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് un എന്തായിട്ട് മാറും, yn+2 ആയിട്ട് മാറും അല്ലേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പ്രോഡക്റ്റിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. ദാറ്റ് ഈസ് ദിസ് ടേം ക്യാൻ ബി റീഅറേഞ്ച്ഡ് ആസ് y2x² n പ്ലസ് ഇവിടെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു y1 × xn പ്ലസ് yn = 0. എന്ത് ചെയ്യുന്നു, u × v ഡിഫറൻഷിയേറ്റിംഗ് n ടൈംസ്. എങ്ങനെ വരും അത്, ഫസ്റ്റ് ടേമിന് ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു n ടൈംസ്, u2നെ അഗെയിൻ n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y2നെ അഗെയിൻ n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ yn+2 × vx² പ്ലസ് nc1 × yn+2 നിന്നും ഇതെന്താ ചെയ്തത്, y2നെ n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് ചെയ്തത് അല്ലേ. അപ്പോൾ ഇതേ y2നെ എന്ത് ചെയ്യണം, n-1 ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഇങ്ങനെ രണ്ടായിട്ട് മാറും. ഇതിൽ നിന്നും ഒന്ന് കുറയും. ഇവിടെ എന്താ un എന്തായിട്ട് മാറി, un-1 ആയി. ഇവിടെ ആണെങ്കിൽ തന്നെ yn+2 എന്നുള്ളത് എന്തായിട്ട് മാറും, yn+1 ആയിട്ട് മാറും. ഒന്ന് കുറയുന്നു, yn+2 -1 ദാറ്റ് ഈസ് yn+1 × v1. ഇതിന് ഡെറിവേറ്റീവ് x² ഡെറിവേറ്റീവ് ഇറ്റ് ഈസ് 2x പ്ലസ് അടുത്ത ടേം എന്താ, nc2 × yn+1. ബാക്കിയായിട്ട് അങ്ങ് പോയാൽ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കണമെന്ന് പോലുമില്ല. yn+2 നിന്ന് ഒന്ന് പറയുമ്പോൾ yn × 2x ഡെറിവേറ്റീവ് 2 പ്ലസ് nc3 × yn എന്ന് പറയുമ്പോൾ yn-1 × 2 ഡെറിവേറ്റീവ് 0. സോ 0 വന്ന സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് എത്ര ഡെറിവേറ്റീവ്സ് എടുത്തു കഴിഞ്ഞാൽ എന്താ വരത്തുള്ളൂ, 0 വരത്തുള്ളൂ. അപ്പോൾ ഈ ടേം മുതൽ അങ്ങോട്ട് നമുക്ക് എന്ത് വേണ്ട, ഡെറിവേറ്റീവ് എടുക്കേണ്ട ആവശ്യമില്ല. സോ വി ക്യാൻ സ്കിപ്പ് ദ അതർ ഹയർ ടേംസ് ഫ്രം ദിസ്. ഈ ടേം മുതൽ മുകളിലോട്ടുള്ള എല്ലാ ഹയർ ടേംസ് നമുക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. കാരണം അതിനകത്ത് എല്ലാം എന്തിൻ്റെ പ്രൊഡക്റ്റ് വരുന്നുണ്ട്, 0യുമായിട്ടുള്ള പ്രൊഡക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ എന്തായിട്ട് മാറും, 0 ആയിട്ട് തന്നെ പോകുന്നത്. അപ്പോൾ ഈ ടേംസ് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്കിപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിപ്പോൾ എന്ത് ആയിട്ടുള്ളൂ, y2 × x² n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്തേ ഉള്ളൂ അല്ലേ. ഇനി എന്തുണ്ട്, y1 × xനെ എന്ത് ചെയ്യണം, n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അവിടെ എന്ത് ചെയ്യുന്നു, എഗെയിൻ y1നെ n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ yn+1 × x പ്ലസ് yn × x ഡെറിവേറ്റീവ് ഇറ്റ് ഈസ് 1 പ്ലസ് nc1 എഴുതിയില്ല അല്ലേ, nc1 yn × 1 പ്ലസ് nc2 yn-1 × അവിടെ എന്ത് വരും, 1 ഡെറിവേറ്റീവ് 0 വരും. സോ ഈ ടേമിൽ മുകളിലോട്ടുള്ള എല്ലാ ടേംസും എന്തായിട്ട് പോകും, 0 ആയിട്ട് പോകും. ചിലപ്പോൾ അതിനെന്തില്ല, പ്രസക്തിയില്ല. അപ്പോൾ അതിനെ എന്ത് ചെയ്യുന്നു, അവോയ്ഡ് ചെയ്യുന്നു. സോ y1 × xനെ n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇത്രയും കിട്ടും അല്ലേ, ബൈ യൂസിങ് ലെബനിസ് തിയറം. എഗെയിൻ ബാക്കി ഇവിടെ എന്തേ ഉള്ളൂ, yn ഉള്ളൂ. yn നമുക്ക് എവിടെ വേണം, ടേമിനകത്ത് വേണം, പ്രൂവ് ചെയ്യേണ്ട ടേംസിനകത്ത് വേണ്ടതുകൊണ്ട് നമ്മൾ അത് തന്നെ എഴുതുന്നു, yn = 0. ഇനി എന്ത് ചെയ്യുന്നു, ഇനി ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി എന്ത് ചെയ്യുന്നു, ഇതിനെ ഒന്ന് സിംപ്ലിഫൈ എടുക്കാൻ മാത്രം മതി. സോ നമുക്ക് ആവശ്യമുള്ള x² yn+2 ഇവിടെ ഉണ്ട് പ്ലസ് nc1 എന്ത് തന്നെയാണ്, n തന്നെയാണ്. n × 2x ഞാൻ ആദ്യം എഴുതി, 2x × yn+1 പ്ലസ് nc2 എന്ന് പറഞ്ഞാൽ n × n-1/1 × 2 ആണ്, × 2 × yn. ഈ 2നെ ആദ്യം എടുത്തെഴുതി അഗെയിൻ yn പ്ലസ് ഇവിടെ ഞാൻ എക്സിനെ ആദ്യം എഴുതുന്നു, x × yn+1 പ്ലസ് nc1 is n, that is n × yn plus yn is equal to 0. Therefore x² yn+2 plus 2n 2n ആദ്യം എഴുതി x നമുക്ക് എത്തിച്ചേർന്ന സ്റ്റേറ്റ്മെൻറ്റും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് പോവുക. അവിടെ നമുക്ക് എന്ത് വേണം, 2n വേണം. അപ്പോൾ 2n ആദ്യം എഴുതി 2nx yn+1 പ്ലസ്
n ഇൻറ്റു n മൈനസ് വണ്ണിനെ n സ്ക്വയർ മൈനസ് n എന്ന് എഴുതാം. ബൈ 1 ഇൻറ്റു 2 ഈസ് 2 ഇൻറ്റു 2 ഇൻറ്റു yn പ്ലസ് x ഇൻറ്റു yn പ്ലസ് 1 പ്ലസ് n ഇൻറ്റു yn പ്ലസ് yn ഈക്വൽ ടു 0. Therefore x സ്ക്വയർ ജസ്റ്റ് mere സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. x സ്ക്വയർ yn പ്ലസ് 2 പ്ലസ് 2n x ഇൻറ്റു yn പ്ലസ് 1. അപ്പോൾ എക്സ് ഇൻറ്റു yn പ്ലസ് 1 രണ്ടെണ്ണം ഉണ്ടല്ലേ. അപ്പോൾ ഞാൻ ഒരുമിച്ച് എഴുതുന്നു 2n x ഇൻറ്റു yn പ്ലസ് 1 പ്ലസ് എക്സ് ഇൻറ്റു yn പ്ലസ് 1 പ്ലസ് ഇനി ഈ 2 ഡിനോമിനേറ്ററിൽ ന്യൂമറേറ്റർ ഉള്ളത് ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി ഇനി എന്തുണ്ട്? ഈ n സ്ക്വയർ മൈനസ് എന്നിന് കോമൺ ആയിട്ടാണ് എന്തുള്ളത്? yn ഉള്ളത്. ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. n സ്ക്വയർ yn മൈനസ് n yn ഈ ടേം n സ്ക്വയർ yn മൈനസ് n yn. ഇനി അടുത്തത് എന്തുണ്ട്? പ്ലസ് n yn പ്ലസ് yn ഈക്വൽ ടു 0 എന്നുണ്ട് അല്ലേ. നോക്കുക എക്സ് സ്ക്വയർ yn പ്ലസ് 2 അത് നമുക്ക് നമ്മുടെ പ്രൂഫിനകത്ത് വേണ്ടതാണ്. പ്ലസ് ഇവിടെ നോക്കിയേ 2n x yn പ്ലസ് 1 ആൻഡ് എക്സ് yn പ്ലസ് 1 രണ്ടിനകത്ത് എന്തുണ്ട്? എക്സ് ഇൻറ്റു yn പ്ലസ് 1 കോമൺ ഉണ്ട്. അതിനുള്ള പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി അകത്ത് എന്ത് വരും? ഫസ്റ്റ് ടേമിനകത്ത് 2n ബാക്കിയുണ്ട് പ്ലസ് സെക്കൻഡ് ടേമിനകത്ത് എന്തേ ഉള്ളൂ? 1 ഉള്ളൂ. അപ്പോൾ 2n പ്ലസ് 1 ഇൻറ്റു എക്സ് yn പ്ലസ് 1 പ്ലസ് ഇവിടെ നോക്കിയേ n സ്ക്വയർ yn മൈനസ് n yn പ്ലസ് n yn പ്ലസ് yn. Therefore മൈനസ് n yn പ്ലസ് n yn ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ബാക്കി എന്ത് കിട്ടും? n സ്ക്വയർ yn പ്ലസ് y. രണ്ടിനകത്ത് yn കോമൺ എടുക്കുന്നു. Therefore n സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു yn ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് y എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിരുന്നു. ആ y എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആ കിട്ടിയ സ്റ്റേറ്റ്മെൻറ്റിനെ ആ ഒബ്റ്റെയിൻഡ് ആയിട്ടുള്ള അവസാനം കിട്ടിയ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് n ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു ബൈ യൂസിങ് ലെബനിസ് റൂൾ. ലെബനിസ് റൂൾ അനുസരിച്ച് നമ്മൾ n ടൈംസ് വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ ടേമിനെയും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് n ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള ലെബനിസ് തിയറം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആവശ്യമുള്ള പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ yn പ്ലസ് 2 പ്ലസ് 2n പ്ലസ് 1 ഇൻറ്റു എക്സ് ഇൻറ്റു yn പ്ലസ് 1 plus n square plus 1 into yn is equal to 0 and hence the proof. The 15 marks in the essay question ആയിട്ടാണ് ചോദിക്കുന്നത്. State Leibniz theorem as well as prove this corresponding proof by using Leibniz rule. എന്ത് ചെയ്യുക? ഇങ്ങനെയാണ് അതിൻ്റെ പ്രൂഫ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യേണ്ടത്. സോ നിങ്ങൾ എഴുതി കഴിഞ്ഞ് വിശ്വസിക്കുന്നു. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ തുടക്കം ഇങ്ങനെയാണ്. സ്റ്റേറ്റ് ലെബനിസ് തിയറം ആൻഡ് ഇഫ് y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്രൂവ് ദാറ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? y തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ആ y നമുക്കൊന്ന് എടുത്തത്. ആ y ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾക്ക് ആവശ്യമുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമ്മൾ എത്തിച്ചേരാനായിട്ട് പോകുന്നത്. സോ കൺസിഡർ y is equal to എന്താ തന്നിരിക്കുന്നത്? സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഒരു ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ സ്ക്വയർ ആയിട്ടാണ് എന്ത് തന്നിരിക്കുന്നത്? y നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ y is equal to സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ആയി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? 1 മൈനസ് എക്സ് സ്ക്വയർ y2 മൈനസ് എക്സ് y1 മൈനസ് 2 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ y തന്നിട്ടുണ്ട്. ആ y ഉപയോഗിച്ച് y1ഉം y2 ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന കേട്ടോ. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് yയും സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് y ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് എത്തിച്ചേരാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന y ഉപയോഗിച്ച് y1ഉം y2 നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ ആസ് y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ y1 എങ്ങനെ വരും? y1 ഈസ് ആയി നമ്മൾ ഇത് ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷനാണ്. തരപ്പോൾ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. സോ നമുക്ക് എന്ത് കിട്ടി? y1 ഈസ് ഈക്വൽ ടു 2 സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? y2 വേണം. therefore y2 is equal to y2 ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ഈ y1നെ ഒരു വട്ടം കൂടി ഡിഫറൻഷ്യേറ്റ് നമുക്ക് എന്ത് കിട്ടുന്നത് y2 കിട്ടുന്നത്. അപ്പോൾ ഈ y1നകത്ത് അതിൽ കോഷ്യൻ്റ് അല്ലേ, ന്യൂമറേറ്ററിനകത്തും എക്സ് ഉണ്ട് ഡിനോമിനേറ്ററിനകത്തും എക്സ് ഉണ്ട്. therefore while differentiating we have to use the quotient rule. therefore y2 കാൽക്കുലേറ്റ് നമുക്ക് എന്ത് വേണം, quotient rule നമുക്ക് അപ്ലൈ ചെയ്യണം. therefore 2 കോൺസ്റ്റന്റ് ആണ്, 2നെ ഞാൻ പുറത്തെടുത്തു. ഇനി എന്ത് ചെയ്യുന്നു, ഇവിടെ ഞാൻ quotient rule അപ്ലൈ ചെയ്യുമ്പോൾ quotient rule എങ്ങനെ വരും, denominator into, that is root of 1 minus x square into derivative of the numerator, sin inverse of x derivative 1 by root of 1 minus x square minus numerator sin inverse of x into denominator into derivative of the numerator minus numerator into derivative of denominator. ഈ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വരും 1 by root of 1 minus x square ആണ് നമ്മളുടെ ഫംഗ്ഷൻ. ഇതിൻ്റെ നമുക്ക് എന്ത് കണ്ടത്, ഡെറിവേറ്റീവ് കണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ 1 by x ഉപയോഗിച്ച് 1 by x ഡെറിവേറ്റീവ് ഉപയോഗിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ വീണ്ടും എന്താക്കുക, ഇതൊരു കോഷ്യൻ്റ് ആണെന്ന് തന്നെ സങ്കല്പിച്ചുകൊണ്ട് വീണ്ടും ഒന്നും കൂടെ എന്ത് ചെയ്യുക, ഇതിനകത്ത് കോഷ്യൻ്റ് റൂൾ അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 1 by വേണ്ടല്ലോ പറഞ്ഞ കണക്ക്. ഇവിടുത്തെ ന്യൂമറേറ്റർ ഏതാണ്, സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. ഇനി അടുത്ത ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് റൂട്ട് ഓഫ് 1 minus x square ഡെറിവേറ്റീവ് മതി. therefore റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 by 2 റൂട്ട് എക്സ് ആണ്. therefore it is equal to 1 by 2 root 1 minus x square into അതായത് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ ഈസ് root of 1 minus x square ഡെറിവേറ്റീവ് ആണ് വേണ്ടത്. that is 1 by 2 root of 1 minus x square into 1 minus x square ഡെറിവേറ്റീവ് is minus 2x whole divided by denominator in the square, that is 1 minus x square, which is equal to 2 into ഇവിടെ റൂട്ട് ഓഫ് 1 minus x square ന്യൂമറേറ്ററിലുണ്ട് ഡിനോമിനേറ്ററിലുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. ആ ടേം എന്തായിട്ട് പോയി 1. ഇനി ഈ മൈനസും ഈ മൈനസ് കൂടെ ചേർന്ന് എന്താവും, പ്ലസ് ആവും. എഗെയിൻ 2ഉം ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കി ഇവിടെ എന്താ ഉണ്ട്, എക്സ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ റൂട്ട് ഓഫ് 1 minus x square ബൈ 1 minus x square എന്ന് കിട്ടും. that is y2 is equal to ഇങ്ങനെ കിട്ടും അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമുക്ക് 1 minus x square into y2 minus x into y ഇവിടെ നോക്കിയല്ലേ വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡിനോമിനേറ്ററിനെ ഇങ്ങോട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. therefore നമുക്ക് എന്ത് വരും, 1 minus x square into y2 is equal to 2നെ അകത്തോട് കൊടുത്താൽ 2 plus 2x into sin inverse of x by root of 1 minus x square എന്ന് കിട്ടും അല്ലേ. that is equal to 1 minus x square into y2 equal to 2 plus ഇവിടെ നോക്കി y1 എന്താണ്, 2 sin inverse of x by 1 root of 1 minus x square ആണ് y1. അപ്പോൾ 2 ഇവിടെ ഉണ്ട്, sin inverse of x by root of 1 minus x square ഉണ്ട്. therefore ഇത്രയും പോർഷൻ പോലെ നമുക്ക് എന്ത് എഴുതാം, y1 എന്ന് എഴുതാം. therefore ബാക്കി ഉണ്ടായിരുന്ന എക്സും നമുക്ക് എക്സ്ട്രാ ഇവിടെ ആഡ് ചെയ്ത എക്സ്ട്രാ നമ്മൾ റീപ്ലേസ് ചെയ്ത y1. ഹെൻസ് നമുക്ക് എന്ത് എഴുതാൻ വെച്ച് ഇംപ്ലൈസ് നമുക്ക് ആവശ്യമുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ഇതെങ്ങനെ വന്നു, ഫസ്റ്റ് ടേം 1 minus x square into y2 equal to വേണം നമുക്ക് എന്ത് ചെയ്യാം, ആ രണ്ട് ടേംസിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൊണ്ടുവരാം. therefore ഈ ഓർഡർ എഴുതി കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു y1 ആദ്യം വേണ്ടത്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരുമ്പോഴത്തേക്കും നെഗറ്റീവ്. therefore മൈനസ് എക്സ് ഇൻറ്റു y1 ഇവിടെ +2 ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരുമ്പോഴത്തേക്കും -2 ഈക്വൽ ടു 0. ആൻഡ് ഹെൻസ് ദ റിക്വയർഡ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറയുന്നത് എന്താണ്, 1 minus x square into y2 minus x into y1 minus 2 is equal to 0. സോ നമുക്ക് തന്നിട്ടുള്ള y is equal to sin inverse of x the whole square എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനിൽ നിന്നും നമ്മൾ എന്തിലേക്ക് വന്നു, y1ഉം y2ഉം കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ഒരു പുതിയ മാത്തമാറ്റിക്കൽ ടേം അല്ലെങ്കിൽ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. 1 minus x square into y2 minus x y1 minus 2 is equal to 0. ഇനി എന്ത് ചെയ്യണം,
അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് പ്രൂവ് ചെയ്യണം. എന്താണ്? 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ എൻ പ്ലസ് 2 മൈനസ് 2n പ്ലസ് 1 എക്സ് ഇൻറ്റു വൈ എൻ പ്ലസ് 1 പ്ലസ് എൻ സ്ക്വയർ ഇൻറ്റു വൈ എൻ ഇസ് ഈക്വൽ ടു 0 എന്നും കൂടെ പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വൈ എൻ പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ 2നെ n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓൾറെഡി വൈ 2 ഉള്ള ടേം കൂടെ നമുക്കുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ കിട്ടിയ സ്റ്റേറ്റ്മെന്റിനെ ഒരു n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം ഇത് വരുമോ എന്നുള്ളത് ബൈ യൂസിങ് ലെബൻസ് റൂൾ അല്ലേ? കിട്ടിയ സ്റ്റേറ്റ്മെന്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ 2 മൈനസ് എക്സ് ഇൻറ്റു വൈ 1 മൈനസ് 2 ഇസ് ഈക്വൽ ടു 0. ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കൺസിഡർ ചെയ്തിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റിനെ, ഈ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിനെ അല്ലെങ്കിൽ ആ മാത്തമാറ്റിക്കൽ ഇക്വേഷനെ ഞാൻ n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകണം ബൈ യൂസിങ് ലെബൻസ് റൂൾ. എന്തുകൊണ്ടാണ്? എനിക്കിവിടെ ഉള്ളത് വൈ 2 ആണ്. ആ വൈ 2നെ n ടൈംസ് ഡിഫറൻഷിയേറ്റ് നമുക്ക് എന്ത് കിട്ടും? വൈ എൻ പ്ലസ് 2 ടേം കിട്ടും. എനിക്കിവിടെ വൈ 1 ഉണ്ട്, അതിന് n ടൈംസ് ഡിഫറൻഷിയേറ്റ് നമുക്ക് എന്ത് കിട്ടും? വൈ എൻ പ്ലസ് 1 കിട്ടും. അപ്പോൾ അങ്ങനെ ആ ഒരു കാൽക്കുലേഷൻ മനസ്സിൽ, ആ ഒരു ഉദ്ദേശത്തിൽ എന്ത് ചെയ്യുന്നു? ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ ലെബൻസ് റൂൾ അനുസരിച്ച് n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ടേം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ, ഹോളിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് കൊടുക്കുക ഡിഫറൻഷ്യൽ അല്ലേ? ദെയർഫോർ 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ 2 ഈസ് ഡിഫറൻഷിയേറ്റിംഗ് n ടൈംസ് മൈനസ് എക്സ് ഇൻറ്റു വൈ 1 ഈസ് ഡിഫറൻഷിയേറ്റിംഗ് n ടൈംസ് മൈനസ് 2 is differentiating n times is equal to 0. അപ്പോൾ ഇവിടെ നമ്മൾ, എനിക്ക് വേണ്ട എന്താണ്? വൈ എൻ പ്ലസ് 2ൻ്റെ ടേമാണ് വേണ്ടത്. അപ്പം എന്ത് ചെയ്യുന്നു? ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു ഫോർ ദ ഈസി ആപ്ലിക്കേഷൻ ഓഫ് ലെബൻസ് റൂൾ. അപ്പം എന്ത് ചെയ്യുന്നു? വൈ 2 ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ n ടൈംസ് ഡിഫറൻഷിയേറ്റിംഗ് n ടൈംസ് മൈനസ് വൈ 1 ഇൻറ്റു എക്സ് ഇസ് ഡിഫറൻഷിയേറ്റിംഗ് n ടൈംസ് ആൻഡ് മൈനസ് 2 ഇസ് ഡിഫറൻഷിയേറ്റിംഗ് n ടൈംസ് ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് ഞാൻ ലെബൻസ് റൂൾ അപ്ലൈ ചെയ്യുന്നു. ദെയർഫോർ ഫസ്റ്റ് ടേമിൻ്റെ എൻ്റെ ഡെറിവേറ്റീവ് വൈ എൻ പ്ലസ് 2 ഇൻറ്റു സെക്കൻഡ് ടേം ദാറ്റ് ഈസ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇനി എന്ത് ചെയ്താൽ മതി? ഇനി ഇതിൽ നിന്ന് ഓരോ ഫസ്റ്റ് ടേം എഴുതുന്നതിന് ബുദ്ധിമുട്ടുള്ള, അത് അടുത്ത ടേം എന്ത് ചെയ്താൽ മതി? ഈ ഓരോ പ്രാവശ്യം ഒന്നും ഇവിടെ ഫസ്റ്റ് എഴുതിയേക്കുന്നതിൻ്റെ ഒന്ന് കുറച്ച് എഴുതുക, അടുത്ത് എഴുതിയേക്കുന്നതിന് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതുക. ദെയർഫോർ വൈ n പ്ലസ് 2ൽ നിന്ന് ഒന്ന് കുറയുമ്പോൾ വൈ എൻ പ്ലസ് 1 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഇറ്റ് ഈസ് മൈനസ് 2x പ്ലസ് ഇവിടെ എന്തുകൊണ്ട് NC1 കൂടെ NC1 അഗെയിൻ NC2 ഇൻറ്റു വൈ എൻ പ്ലസ് 1നെ ഒന്ന് പറയുമ്പോൾ വൈ എൻ പ്ലസ് 1 മൈനസ് 1 ദാറ്റ് ഈസ് വൈ എൻ ഇൻറ്റു മൈനസ് 2xൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 2 പ്ലസ് NC3 ഇൻറ്റു വൈ n മൈനസ് 1 ഇൻറ്റു മൈനസ് 2ൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 0 വരും. സോ ഈ ടേം ഇതിൻ്റെ മുകളിലോട്ടുള്ള ടേംസ് കൊണ്ട് എന്തില്ല? പ്രസക്തിയില്ല. ബിക്കോസ് ഇറ്റ് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് 0 ആൻഡ് ഹെൻസ് ഇറ്റ് ബിക്കം 0. സോ ഈ ടേം നമ്മൾ മുകളിലോട്ട് എഴുതേണ്ട ആവശ്യമില്ല, അതെല്ലാം 0 ആയിട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ ആവശ്യമില്ല. ചിലപ്പോൾ വൈ 2 ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ നമ്മൾ n ടൈംസ് ഡിഫറൻഷിയേറ്റ് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? ഇത്രയുമാണ്. ദാറ്റ് ഈസ് വൈ എൻ പ്ലസ് 2 ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് NC1 ഇൻറ്റു വൈ എൻ പ്ലസ് 1 ഇൻറ്റു മൈനസ് 2x പ്ലസ് NC2 ഇൻറ്റു വൈ എൻ ഇൻറ്റു മൈനസ് 2. ഇനി അടുത്ത എന്ത് വേണം നമുക്ക്? വൈ 1 ഇൻറ്റു എക്സിനെ n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് വേണം. ദാറ്റ് ഈസ് മൈനസ് വൈ 1നെ n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ എൻ പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് NC1 ഇൻറ്റു വൈ എൻ പ്ലസ് 1ൽ നിന്ന് ഒന്ന് പറയുമ്പോൾ വൈ 1 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് NC2 ഇൻറ്റു വൈ എൻ മൈനസ് 1 ഇൻറ്റു 1ൻ്റെ ഡെറിവേറ്റീവ് 0. സോ അവിടെ എന്തിൻ്റെ ആവശ്യമില്ല. ഈ ടേമിൻ്റെ മുകളിലോട്ടുള്ള ടേംസ് എല്ലാം 0 ആയി പോകും. നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ടേമിലുള്ള ടേംസ് നമ്മൾ എന്ത് ചെയ്യുന്നു? അവോയ്ഡ് ചെയ്യുന്നു. ഫോർ ദിസ് പ്ലസ് 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ്, അതിന് ഒരു ടൈം ഡിഫറൻസ്, 1 ടൈം ഡിഫറൻഷ്യൽ എന്തായിട്ട് പോകും? 0 ആയി പോകും. സോ n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ റിസൾട്ട് എന്ത് തന്നെ ആയിരിക്കും? 0 തന്നെ ആയിരിക്കും. ഫോർ മൈനസ് 0 is equal to 0. 2 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ആ കോൺസ്റ്റൻറ്റിനെ ഒരു വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. 2 വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 കിട്ടും. അങ്ങനെ എത്ര തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഒരു കോൺസ്റ്റൻറ്റ് നമ്മൾ എത്ര വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് എന്ത് തന്നെയാണ്? 0 ആണ്. സോ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? 2 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിനെ n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കും. therefore the result is 0. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇനി ജസ്റ്റ് റീഅറേഞ്ച്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു
yn plus 2 എന്ന് എഴുതാം. പ്ലസ് NC1 ഈസ് n ഇൻറ്റു ഞാൻ ഈ മൈനസ് 2x ഫ്രണ്ട് എഴുതുന്നു. മൈനസ് 2x ഇൻറ്റു yn പ്ലസ് 1 പ്ലസ് NC2ന് എനിക്ക് n ഇൻറ്റു n മൈനസ് 1 ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു മൈനസ് 2നെ ഞങ്ങൾ എടുത്തെഴുതുന്നു ഇൻറ്റു yn മൈനസ് ഈ മൈനസിനകത്തേക്ക് കൊടുക്കുന്നു മൈനസ് x ഇൻറ്റു yn പ്ലസ് 1 മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ് ഈസ് മൈനസ് NC1 ഈസ് n yn ഈക്വൽ ടു 0. Therefore 1 minus x square into yn plus 2 again ഈ പ്ലസ് മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 2nx yn പ്ലസ് 1 ഈ പ്ലസ് മൈനസ് വരുമ്പോഴത്തേക്ക് മൈനസ് ഹിയർ ബിക്കം n സ്ക്വയർ മൈനസ് n ഇൻറ്റു n മൈനസ് 1 എനിക്ക് ഇങ്ങനെ എഴുതാം n സ്ക്വയർ മൈനസ് n എന്ന് എഴുതാം ബൈ 2 ഇൻറ്റു 2yn മൈനസ് x yn plus 1 minus n yn is equal to 0. Therefore 1 minus x square into yn plus 2 minus 2nx ഇവിടെ x yn plus 1 എത്ര ടേംസ് ഉണ്ട്? ഈ മൈനസ് 2nx yn plus 1 ഉണ്ട് മൈനസ് x yn plus 1 ഉണ്ട്. Therefore അത് രണ്ടേ ഒരുമിച്ച് എഴുതുന്നു n plus 1 minus x yn plus 1 മൈനസ് ഈ ഡിനോമിനേറ്ററിലെയും ന്യൂമിനേറ്ററിലും 2നെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. മൈനസ് അകത്തേക്ക് കൊടുക്കുമ്പോൾ മൈനസ് n സ്ക്വയർ പ്ലസ് n അല്ല വേണ്ട മൈനസ് കിടന്നോട്ടെ n സ്ക്വയർ മൈനസ് n yn മൈനസ് n yn is equal to 0. Again 1 minus x square into yn plus 2 ഇങ്ങനെ ഇവിടെ ഈ രണ്ട് ടേമിനകത്തും എക്സ് yn പ്ലസ് 1 കോമൺ അല്ലേ. അപ്പോൾ ഈ മൈനസിനെ ഞാൻ പുറത്തിടുന്നു. ബാക്കി എക്സ് yn പ്ലസ് 1നെ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. ദാറ്റ് ഈസ് എക്സ് yn പ്ലസ് 1. ഇനി ബാക്കി അകത്ത് എന്തോ ഉണ്ട്? മൈനസ് ഇങ്ങനെ പുറത്ത് വന്നു. എക്സ് yn പ്ലസ് 1 ഇങ്ങനെ പുറത്ത് വന്നു. ബാക്കി അകത്ത് എന്തോ ഉണ്ട്? 2n ഉണ്ട്. ഇവിടെ ഈ മൈനസ് പുറത്ത് വന്നപ്പോൾ അവിടെ അകത്ത് എന്തായി? പ്ലസ് ആയി. എക്സ് yn പ്ലസ് 1 പുറത്ത് വന്നു. ബാക്കി അകത്ത് എന്തോ ഉണ്ട്? 1. ഈ മൈനസ് ഞാൻ മൈനസ് അകത്തേക്ക് കൊടുക്കുമ്പോൾ n സ്ക്വയർ yn മൈനസ് ഇൻറ്റു മൈനസ് ഈസ് പ്ലസ് n yn മൈനസ് n yn ഇസ് ഈക്വൽ ടു 0. ഈ പ്ലസ് n yn മൈനസ് n yn ക്യാൻസൽ ചെയ്ത് പോകുന്നു. Therefore 1 മൈനസ് x സ്ക്വയർ ഇൻറ്റു yn പ്ലസ് 2 മൈനസ് 2n പ്ലസ് 1 ഇൻറ്റു x yn പ്ലസ് 1 minus n square into yn is equal to 0 എന്നാണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്? നമ്മൾ റിസൾട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ എഴുതിയതിൻ്റെ മിസ്റ്റേക്ക് ഉണ്ട്. മൈനസ് n സ്ക്വയർ y നെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് പ്രൂവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും. നമ്മൾ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് പറ്റിയതാണ്. സോ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് ബൈ യൂസിങ് ലെബറേജ് ടൂൾ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്തു? നമ്മൾ എന്ത് പ്രൂവ് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്ത്? ദാറ്റ് ഈസ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു yn പ്ലസ് 2 മൈനസ് 2n പ്ലസ് 1 ഇൻറ്റു എക്സ് ഇൻറ്റു yn പ്ലസ് 1 മൈനസ് n സ്ക്വയർ yn ഈസ് ഈക്വൽ ടു 0. സോ ലെബറേജ് റൂൾ എന്ന് പറയുന്ന നമ്മളുടെ രണ്ട് ഫംഗ്ഷനുകളുടെ പ്രോഡക്റ്റിൻ്റെ എൻ്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള റൂൾ അനുസരിച്ച് ആ തിയറം അനുസരിച്ച് നമ്മളുടെ പ്രോബ്ലംസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത്. ഈ പ്രോബ്ലം സാധാരണ 15 മാർക്സിന് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യൻസ് രണ്ടും 3 ടൈംസ് എഴുതി പഠിച്ചിട്ട് എനിക്ക് ഹോം അസൈൻമെൻ്റ് ആയിട്ട് ലെക്ചർ നോട്ട്സ് ആയിരിക്കും പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. താങ്ക് യു.